മനസ്സുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങണം. മനസ്സുകൊണ്ട് റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഹൃദയമറിഞ്ഞ് പശ്ചാത്തപിക്കണം. ആരോടും വെറുപ്പ് പാടില്ല, ആരോടും വിദ്വേഷം പാടില്ല, ആരോടും പക പാടില്ല, ആരോടും പിണക്കം പാടില്ല, മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല, അയൽവാസികളെ വെറുപ്പിക്കാൻ പാടില്ല, കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം പൊരുത്തപ്പെടിപ്പിക്കണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങളുടെ പേരിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും വേണം. تحقيقها إقلاعه في الحال وعزم ترك الذنب في استقبال وإن تعلقت بحق آدم لا بد من تبرئة للذمم. തൗബ ചെയ്തു മടങ്ങണം, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. നല്ല ഖേദം വേണം. ആ തിന്മയിൽ നിന്ന് പരിപൂർണമായും വിരമിക്കണം. ഇനി ആ തിന്മയിലേക്ക് ഞാനില്ല റബ്ബേ എന്ന പ്രതിജ്ഞ ചെയ്യണം. സാമ്പത്തികമായ വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ അത്തരം ആളുകളോട് പറഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കണം, കൊടുത്തു തീർക്കണം. ഇത് തൗബ സാർത്ഥകമാവാനുള്ള 4 കാര്യങ്ങളാണ്. على ارتكاب ما عليك يحرم تحقيقها إقلاعه في الحال وعزم ترك الذنب في استقبال وإن تعلقت بحق آدم لا بد من تبرئة للذمم. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. അഥവാ നല്ല ഖേദം വേണം. ആ തിന്മയിൽ നിന്ന് പരിപൂർണമായും വിരമിക്കണം. ഇനി ആ തിന്മയിലേക്ക് ഞാനില്ല റബ്ബേ എന്ന പ്രതിജ്ഞ ചെയ്യണം. സാമ്പത്തികമായ വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കണം. അവർക്ക് സമാധാനത്തിന്റെ വാക്കുകൾ കൈമാറണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആരോടെങ്കിലും പിണക്കമുണ്ടോ, ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടോ, കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടോ, അവർക്ക് പരിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തോ വിശേഷ ദിനങ്ങളുടെ റഹ്മത്തോ ലഭിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ബറാഅത്തിന്റെ രാവിൽ തന്നെ ആ റഹ്മത്ത് ലഭിക്കാത്ത വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ലാ യൻദുറുല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ലൈലത്തിൽ ബറാഅതി ഇലാ മുശ്രികിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാതിഇർ റഹീം വലാ ഇലാ ഖില്ലി വാലിദൈഹി വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ മുദ്മിനി ഖംർ. ബന്ധം ഛേദിച്ചവരെയും മാതാപിതാക്കളെ വെറുപ്പിച്ചവരെയും ഹൃദയത്തിൽ വൈരാഗ്യവും വിദ്വേഷവും പകയും പോലും കൊണ്ട് നടക്കുന്നവരെയും പ്രത്യേകമായി അവിടെ എണ്ണി പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മഖ്മൂമുൽ ഖൽബ് എന്ന തലത്തിലേക്ക് ഉയരാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജാണല്ലോ ഹജ്ജത്തുൽ വദാ. 62ാമത്തെ വയസ്സിലാണ് ഹജ്ജത്തുൽ വദാ. 4 പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹജ്ജാണ്. അതിൽ ദുൽഹിജ്ജ 9ന്റെ അന്ന് അറഫ മൈതാനിയിൽ മനോഹരമായ പ്രസംഗം നടത്തിയതിന്റെ ശേഷം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കു പറഞ്ഞു. ലാ യുജാലിസുനി മൻ അംസാ ഖാതിയർ റഹീം ലിയഖും അന്നി لا يجالسني من نمسى قاطع الرحيم ليقم عني. കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ കൂടെ ഇരിക്കരുത്, എണീറ്റു പോവണം. അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനമാണ്. കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ കൂടെ ഇരിക്കരുത്, എണീറ്റു പോവണം. സദസ്സിന്റെ മുന്നിൽ നിന്ന് ആരും എണീറ്റു പോയില്ല. സദസ്സിന്റെ പിന്നിൽ നിന്നൊരു മനുഷ്യൻ
മാത്രം എണീറ്റു പോയി. ദീർഘനേരം കഴിഞ്ഞതിന്റെ ശേഷം ആ സഹോദരൻ തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ലാ യുജാലിസുനി മൻ അംസാ ഖാതിയർ റഹീം ലിയഖും അന്നി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ മാത്രം എണീറ്റു പോയത്? അപ്പോൾ ആ സഹോദരന്റെ പ്രതികരണം അങ്ങെന്താണ് പറഞ്ഞത്? കുടുംബ ബന്ധം മുറിച്ചവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസ യോഗ്യതയില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതെല്ലാം വേദനിക്കുന്നതെല്ലാം അങ്ങയുടെ സഹവാസത്തിന് വേണ്ടിയാണ്, അങ്ങയുടെ സഹവാസ ലഭ്യതയ്ക്ക് വേണ്ടിയാണ്. ആ സ്ഥാനത്ത് ആ സഹവാസം ലഭിക്കുകയില്ല എന്നാണ് അങ്ങ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, അല്ലാഹ് ആരോടെങ്കിലും പിണക്കമുണ്ടോ? ആ ഓർമ്മ വന്നു ഖാലത്തിനോട്. മാതൃ സഹോദരി എന്നാണ് അർത്ഥം. മാതൃ സഹോദരി എന്നാണ് ഖാലത്ത് കൊണ്ട് വിവക്ഷിതം. അവരോട് വർഷങ്ങളായി പിണക്കമാണല്ലോ. ഓടിച്ചെന്നു അവരുടെ അരികിലേക്ക്. അങ്ങീ പറഞ്ഞ വാക്ക് ഞാൻ അവരെ കേൾപ്പിച്ചു. ഹൃദയം തുറന്ന് സംസാരിച്ചു, കണ്ണുനീരൊലിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിപ്പിച്ചു. നല്ല വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഹസൻത, ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്, ചെയ്തത് വളരെയധികം കെങ്കേമമായിട്ടുണ്ട്. എന്നിട്ടൊരു പ്രഖ്യാപനം, അലാ ഇന്നർ റഹ്മ ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉർ റഹീം. അറിയണം, അല്ലാഹുവിന്റെ കാരുണ്യം അത് കുടുംബ ബന്ധം മുറിച്ചവർക്ക് ലഭിക്കുകയില്ല എന്നതിൻ്റെ പുറമെ അവരേതൊരു മജ്ലിസിലാണോ ഇരിക്കുന്നത്, അവരേതൊരു സമൂഹത്തിലാണോ അധിവസിക്കുന്നത്, അവരുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാതെ പോകും. സ്വാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരോടും പിണക്കം വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അടക്കമുള്ള എല്ലാ വിശേഷ ദിനങ്ങളുടെയും റഹ്മത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്. ആ സ്വഹാബികളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഫളിലുള്ള ആരാണ് തിരുദൂതരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സരളമായൊരു പദം ഉപയോഗപ്പെടുത്തിയും സങ്കീർണമായ മറ്റൊരു പദം ഉപയോഗപ്പെടുത്തിയും മറുപടി പറഞ്ഞു, കുല്ലു സദൂഖിൽ ലിസാൻ വ മഖ്മൂമിൽ ഖൽബ്, കുല്ലു സദൂഖിൽ ലിസാൻ വ മഖ്മൂമിൽ ഖൽബ്. ഇത് കേട്ട് സ്വഹാബത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി സത്യം മാത്രം പറയുന്നവർ എന്നല്ലേ. മഖ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫിഹി വലാ ബഗിയ വലാ ഖില്ല വലാ ഹസദ. ആരോടും വെറുപ്പും വിദ്വേഷവും പകയും പോരും പിണക്കവും ഇല്ലാത്ത നല്ല ഹൃദയമുള്ളവർക്കാണ് മഖ്മൂമുൽ ഖൽബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗണത്തിൽ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളിക്കട്ടെ. അതുകൊണ്ട് റമളാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ട 7 കാര്യങ്ങളിൽ ഒന്നാമത്തേത് റജബും ശഅബാനും ഉൾക്കൊള്ളാനാണ്. രണ്ടാമത്തേത് ശരീരം കൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങലാണ്. മൂന്നാമത്തേത് മനസ്സുകൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങലാണ്. ആത്മാവ് കൊണ്ട് റമളാനിന് വേണ്ടി ഒരുങ്ങലാണ്. നാലാമത്തേത് നമ്മുടെ പരിസരങ്ങൾ, പള്ളികൾ, മദ്രസകൾ, ഭവനങ്ങൾ, അതും റമളാനിന് വേണ്ടി ഒരുങ്ങണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം പിന്നീട് വന്ന ഖലീഫമാരെല്ലാം, പിന്നീട് വന്ന അമീർമാരെല്ലാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ നവ്വിർ ഖബ്റ ഉമറ കമാ നവ്വറൽ മസാജിദ ബിൽ ഖനാദീൽ. പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ, സമാഗതമാകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
പള്ളികളെ വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കാറുണ്ട്, പള്ളി പരിസരങ്ങൾ മനോഹരമാക്കാറുണ്ട്, പള്ളി സജീവമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിന്റെ ശേഷം റമളാൻ സമാഗതമാകുമ്പോൾ ഓരോ പള്ളികളിലും ഒരു ഇമാമിന്റെ കീഴിൽ നന്നായി തറാവീഹ് നടക്കുന്നത് കാണുമ്പോൾ, നല്ല വിളക്കുകൾ ഘടിപ്പിച്ചത് കാണുമ്പോൾ, പരിസരങ്ങളെല്ലാം മനോഹരമാക്കുന്നത് കാണുമ്പോൾ, പിന്നീട് വന്ന ഖലീഫമാരും അമീറുമാരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പരിസരം കൊണ്ട് റമളാനിന് വേണ്ടി തയ്യാറാവണം. നമ്മുടെ പള്ളികളാണെങ്കിലും നമ്മുടെ വീടുകളാണെങ്കിലും അത് ഖൈറിന്റെ കേദാരമാവണം, അത് നന്മയുടെ കൂടാരങ്ങളാവണം, അത് തിന്മയുടെ കൂടാരങ്ങളാവരുത്. നവ്വിറൂ ബുയൂതകും ബിമസ്തതഅതും, കഴിവിന്റെ പരമാവധി വീട്ടകങ്ങളെ ആത്മീയതയുടെ പ്രകാശം കൊണ്ട് നിങ്ങൾ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ സെമിത്തേരി പോലെ, ശ്മശാനം പോലെ, ഖബർസ്ഥാൻ പോലെ ഇരുട്ടുള്ളതാക്കരുത്, ശോകമുഖമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ, റമളാൻ നമ്മൾ ആസ്വദിക്കുമ്പോൾ, നമ്മളെ വീടുകളും ഭവനങ്ങളും കൂടാരങ്ങളും ആ റമളാനിനെ ആസ്വദിക്കുന്ന രൂപം വരണം. അല്ലാമാ ശുഅബ റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു പ്രയോഗം കാണാം. ആരാണ് ശുഅബ റളിയല്ലാഹു അൻഹു? 7 ഖാരിങ്ങളിൽ പ്രധാനിയായ ആസിം റളിയല്ലാഹു അൻഹു. നമ്മളെല്ലാവരും അവലംബിക്കുന്ന ഖിറാഅത്ത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്താണ്. ആ ഖിറാഅത്ത് എടുത്തു ധരിച്ച 2 ശിഷ്യന്മാരുണ്ട്, ഹഫ്സ് റളിയല്ലാഹു അൻഹുവും ശുഅബ റളിയല്ലാഹു അൻഹുവും. അതിൽ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രയോഗമാണ് ഇയ്യാക അൻ തഅസിയല്ലാഹ്, إياك أن تعصي الله في هذه الغرفة فإني ختمت فيها 12,000 ختما. മോനെ, ഈ വീട്ടിൽ വെച്ച്, റൂമിൽ വെച്ച് തിന്മ ചെയ്തേക്കരുതേ. 12,000 ഖത്മ് ബാപ്പ ഈ റൂമിൽ വെച്ച് പാരായണം ചെയ്ത് തീർത്തിട്ടുണ്ട്. 12,000 ഖത്മ് ഈ റൂമിൽ വെച്ച്, വീട്ടിൽ വെച്ച്, ഈ ഭവനത്തിൽ വെച്ച്, കൂടാരത്തിൽ വെച്ച് പൊന്നുപ്പ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോൻ ഈ വീട്ടിൽ വെച്ച്, കൂടാരത്തിൽ വെച്ച്, റൂമിൽ വെച്ച് തിന്മ ചെയ്തേക്കരുതേ. ശുഅബ റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനോട് പ്രയോഗിച്ച പ്രയോഗമാണ്. അതുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങുന്നത് പോലെ പരിസരങ്ങളെ കൊണ്ടും റമളാനിന് വേണ്ടി ഒരുങ്ങണം. അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇനി റമളാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം, റമളാനിന്റെ ദിനരാത്രങ്ങളിലെ നേരിട്ടും അല്ലാതെയുമുള്ള 15 പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. സാധാരണഗതിയിൽ പൂർവികരായ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരും മഹാന്മാരും നമുക്ക് കാണിച്ചു തന്ന റമളാനിലെ 15 പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളുണ്ട്. അതിൽ ചിലത് നേരിട്ട് റമളാനുമായി ബന്ധപ്പെട്ടതാണ്, ചിലതോ പരോക്ഷമായി റമളാനുമായി ബന്ധപ്പെട്ടതാണ്. ആ റമളാൻ ഉൾക്കൊള്ളുന്ന 15 കാര്യങ്ങൾ ഞാനും നിങ്ങളും ഉൾക്കൊള്ളണമെന്ന് ചുരുക്കം. അതിൽ ഒന്നാമത്തേത്, റമളാൻ ഉൾക്കൊള്ളുന്ന 15 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. അതിലൊന്നാമത്തേത്, മാസപ്പിറ ദർശിക്കുന്ന സമയത്ത് ഹൃദയമറിഞ്ഞ് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, ചന്ദ്രദർശനം. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ചന്ദ്രനെ കണ്ടാൽ നോമ്പ് തുടങ്ങിക്കോളൂ, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പാരംഭിച്ചോളൂ, ആ മാസം വീണ്ടും കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചോളൂ, പെരുന്നാൾ ആഘോഷിച്ചോളൂ. ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. മേഘാവൃതമായ അന്തരീക്ഷമായതുകൊണ്ട് ആ ചക്രവാളത്തിൽ ചന്ദ്രനെ കാണാതെ പോയാൽ നിങ്ങൾ ഗണിച്ച് കണ്ടെത്തേണ്ടതില്ല, കണക്കുകൂട്ടി കണ്ടെത്തേണ്ടതില്ല. ശഅബാൻ 30 പൂർത്തീകരിച്ചുകൊണ്ട് റമളാൻ
റമദാനിലേക്ക് പ്രവേശിച്ചോളൂ. അതുകൊണ്ട് ചന്ദ്രന്റെ ദർശനം, മാസപ്പിറ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാസപ്പിറ കാണുമ്പോൾ ഓരോ മുഅ്മിനീങ്ങളും ആത്മാർത്ഥമായി ചൊല്ലേണ്ടതുണ്ട്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ. ദൈർഘ്യമേറിയ ദിക്റുകളാണ്, അതിലേറ്റവും ചുരുങ്ങിയ രൂപം മാത്രമാണ് ഈ കേൾപ്പിച്ചത്. ഹദീസിൽ വാരിദായി വന്നതാണ്. മുഗ്നിൽ മുഹ്താജിലും തുഹ്ഫത്തുൽ മുഹ്താജിലും നിഹായത്തുൽ മുഹ്താജിലുമെല്ലാം ഈ ദിക്റിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പ്രത്യേകമായി പാരായണം ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് അല്ലാമ ഖതീബ് ശിർബൈനി റളിയല്ലാഹു അൻഹു മുഗ്നിൽ മുഹ്താജ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം.